ഫ്രണ്ട്സ്, എന്തുകൊണ്ടാണ് ചില ആളുകൾ മാത്രം എല്ലാ ദിവസവും ഈ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു പോകുന്നത്? എന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ച്, ഭൂരിഭാഗം ആൾക്കാരെയും സംബന്ധിച്ച് അവർ ഈ 2 ദിവസം മോട്ടിവേറ്റഡ് ആയിരിക്കും, മൂന്നിൻ്റെ അന്ന് എല്ലാം അങ്ങ് നിർത്തിക്കളയും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ഫ്രണ്ട്സ്, ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ടാലന്റ് അല്ല, മറിച്ച് നമ്മുടെ മെന്റൽ ഡിസിപ്ലിൻ ആണ്. അതായത് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് വരും പോകും. എന്നാൽ മെന്റൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിലോ, നമുക്കിപ്പോൾ മൂഡുണ്ടെങ്കിലും മൂഡില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്തു പോവുക തന്നെ ചെയ്യും. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മെന്റൽ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുവാനുള്ള 5 വഴികളെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് കീപ് പ്രോമിസസ് ടു യുവർ സെൽഫ്. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രോമിസസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ പാലിക്കാത്ത പക്ഷം എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കപ്പെടും, അല്ലേ? നമ്മൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കപ്പെടും, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു വ്യക്തിയായിട്ട് മുദ്ര കുത്തും. അത് നമുക്ക് ഒരിക്കലെങ്കിലും ഇഷ്ടപ്പെടുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാലോ, അവിടെ നമ്മൾ നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ എത്ര പ്രോമിസസ് നമുക്ക് തന്നെ കൊടുക്കാറുണ്ട്, അതിൽ എത്ര കാര്യങ്ങൾ നമുക്ക് കീപ്പ് ചെയ്യുവാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ പാലിക്കുവാൻ കഴിയുന്നുണ്ട്. ഇനി മുതൽ ഒരു കാര്യം ചെയ്യുക, നമ്മൾ നമുക്ക് കൊടുക്കുന്ന പ്രോമിസസ് എന്താണോ അത് പാലിക്കുവാൻ നമ്മൾ തയ്യാറാവുക. അപ്പോൾ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് കീപ് പ്രോമിസസ് ടു യുവർ സെൽഫ്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഡു ഹാർഡ് തിങ്സ് ഫസ്റ്റ്. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഉടൻ ആദ്യം ചെയ്യുന്നത്, അത് കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ, എളുപ്പമുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തു പോകും. ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കും. നമ്മൾ വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ആകെ ക്ഷീണിതരാകും. അപ്പോൾ ഈ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാതെ വരും, അത് നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യും. ഇനി മുതലൊരു കാര്യം ചെയ്യുക, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. എളുപ്പമുള്ള കാര്യങ്ങൾ, ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കുക. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും ഹാർഡായിട്ടുള്ളൊരു സബ്ജക്റ്റ്, ഇപ്പോൾ മാത്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കാം, അതൊക്കെ ഏറ്റവും അവസാനം പഠിക്കാം. ആദ്യം എളുപ്പമുള്ള വിഷയങ്ങൾ പഠിക്കാം എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് തിരഞ്ഞെടുക്കും. ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് പിന്നത്തേക്ക് മാറ്റിവെക്കും. മുതിർന്നവരെ സംബന്ധിച്ചിട്ടാണെങ്കിലും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ അവസാനത്തേക്ക് മാറ്റിവെക്കും. അവസാനം ചെയ്യേണ്ട എളുപ്പമുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്തു കളയും. ഇനി മുതൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വിൽ പവറിനെ നമുക്ക് കൂട്ടുവാൻ കഴിയും, നമ്മുടെ കോൺഫിഡൻസിനെ നമുക്ക് കൂട്ടുവാൻ കഴിയും. ഇതിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മെന്റൽ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുവാൻ കഴിയും. മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഡോണ്ട് ട്രസ്റ്റ് യുവർ മൂഡ്. അതായത് നമ്മുടെ മൂഡിനനുസരിച്ച് നമ്മളൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കില്ല. നമുക്ക് മൂഡുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അതെല്ലാ ദിവസവും ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ വളർത്തിയെടുക്കുവാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ മൂഡിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാതെ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് തന്നെ ചെയ്ത് പോവുക. നാലാമത്തെ വഴി എന്ന് പറയുന്നത് റിമൂവ് ടെംപ്റ്റേഷൻസ്. നമ്മൾ ഇന്ന് ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അറിഞ്ഞോ അറിയാതെയോ അഡിക്റ്റായി പോകാറുണ്ട്, അല്ലേ? അതിപ്പം ചിലരെ സംബന്ധിച്ച് ഫുഡായിരിക്കാം, ചിലരെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ ആയിരിക്കാം, ചിലരെ സംബന്ധിച്ച് പോണോഗ്രഫി ആയിരിക്കാം, ചിലരെ സംബന്ധിച്ച് ഡ്രഗ്സ് ആയിരിക്കാം. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഇതിൽ നിന്നൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വിട്ടുപോകാൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഓരോ ദിവസങ്ങളായിട്ട് നമ്മൾ ഇതിനെ കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിലൂടെ നമുക്ക് പൂർണ്ണമായിട്ട് എന്തിലാണോ നമ്മൾ അഡിക്റ്റ് ആയിട്ടുള്ളത് അതിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അഞ്ചാമത്തെ വഴി എന്ന് പറയുന്നത് വിൻ എവറി ഡേ. നമുക്ക് ഈ മഹത്തരമായിട്ടുള്ള വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ വിജയങ്ങളിലൂടെയാണ്. നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ജോലികൾ വളരെ ഭംഗിയായിട്ട് ഓരോ ദിവസവും ചെയ്യുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വിജയങ്ങൾ തന്നെയാണ്. ആ ചെറിയ ചെറിയ വിജയങ്ങളാണ് പിന്നീട് മഹത്തരമായിട്ടുള്ള വിജയങ്ങളായിട്ട് മാറുന്നത്. ഇപ്പോൾ ഒരു ദിവസം 10 പേജ് വായിച്ചു, അത് നമ്മളെ സംബന്ധിച്ചൊരു വിജയം തന്നെയാണ്. അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് മാത്രം, അല്ലെങ്കിൽ നമ്മുടെ പാഷനിൽ മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയും, നമ്മളെ സംബന്ധിച്ച് അതൊരു വിജയം തന്നെയാണ്. ഈ വിജയങ്ങളെല്ലാം കൂടി ചേർന്നാണ് അവസാനം മറ്റുള്ളവരെല്ലാവരും നമ്മളെ അംഗീകരിക്കുന്ന രീതിയിലുള്ള മഹത്തരമായിട്ടുള്ള വിജയങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നമ്മൾ വളർത്തിയെടുക്കുന്നതിലൂടെ നമുക്ക് നല്ല മെന്റൽ ഡിസിപ്ലിൻ ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറുവാൻ കഴിയും. ഒന്നെന്ന് പറയുന്നത് കീപ് പ്രോമിസസ് ടു യുവർ സെൽഫ്. രണ്ടെന്ന് പറയുന്നത് ഡു ഹാർഡ് തിങ്സ് ഫസ്റ്റ്. മൂന്നെന്ന് പറയുന്നത് ഡോണ്ട് ട്രസ്റ്റ് യുവർ മൂഡ്. നാലെന്ന് പറയുന്നത് റിമൂവ് ടെംപ്റ്റേഷൻസ്. 5 എന്ന് പറയുന്നത് വിൻ എവറി ഡേ.
ഫ്രണ്ട്സ്, ഈ മെൻ്റൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമുക്ക് ജന്മനാ കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ഒന്നുമല്ല. നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ മൈൻഡ് പറയുന്നത് കേൾക്കാൻ നിൽക്കണ്ട. നമ്മുടെ മിഷൻ എന്താണോ, ആ മിഷൻ എന്താണോ ആവശ്യപ്പെടുന്നത് അത് കേൾക്കുവാനും ചെയ്യുവാനും നമ്മൾ തയ്യാറാവുക. ഒരു ദിവസം നമ്മൾ മൈൻഡിനെ മുഴുവൻ ഭരിക്കുന്ന ഒരു വ്യക്തിയായി മാറുക തന്നെ ചെയ്യും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.